മോഹൻ വർഗീസ് നാടകം തുടങ്ങിയതേ ഉള്ളൂ. നോക്കൂ, 2022 ശേഷം എണ്ണ വില 10 നാളെ ആയിട്ടുള്ളൂ കേട്ടോ. 2022 ശേഷം എണ്ണ വില ബെഞ്ച് മാർക്ക് $100 മുകളിലാണ്, $114. അത് എന്താണ് $5-6 കുറയ്ക്കാൻ അമേരിക്ക ഏതൊക്കെയോ വഴിക്ക് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് വിജയം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ പരമദയനീയമായി 92.21 എന്ന നിലയ്ക്ക് മൂക്കുകുത്തി. 10ാം നാളാവുന്നതേ ഉള്ളൂ. നേരത്തെ പറയുന്നത് പോലെ ആദ്യ ട്രമർ എന്താണ് നമുക്ക് LPGക്ക് 10 രൂപ 60 രൂപ കൂടി. രണ്ടാമത് രൂപയുടെ മൂല്യം ഗണ്യമായി ഇടിയുന്നു. ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായി സ്റ്റാൻഡ് സ്റ്റില്ലാണ്. വിപണികൾ ഇപ്പോൾ ഇന്ത്യ അടക്കം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ഇന്ത്യയിൽ 3 പോയിന്റ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ, സൗത്ത് കൊറിയ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കാണ്. ആരും കരുതാത്ത വണ്ണം 9 നാൾ പൂർത്തിയാകുമ്പോൾ തന്നെ യുദ്ധം പല വഴിക്ക് ട്രാജിക്കാവുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ മോഹൻ വർഗീസ്? അങ്ങനെയുള്ള ഒരു ചിത്രമാണ് ശ്രീ ഹാഷ്മി ഇപ്പോൾ വരുന്നത്. 10ാം ദിവസത്തിലേക്ക് യുദ്ധം പ്രവേശിക്കുമ്പോൾ സർവനാശം ഇറാനിൽ സംഭവിക്കുന്നു ഒരു വശത്ത്. ഈ സർവത്ര ആശയക്കുഴപ്പങ്ങളും ആശങ്കകൾ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി. കുക്കിംഗ് ഗ്യാസ്, അത് വാണിജ്യ ആവശ്യത്തിനുള്ളതും സ്വകാര്യ ആവശ്യത്തിനുള്ളതും രണ്ടും വില വർദ്ധിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെട്രോൾ, ഡീസൽ വില വർധന പ്രതീക്ഷിക്കാം. അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദ സ്പൈറലിംഗ് എഫക്റ്റ് അവരുടെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നു എന്ന് കൃത്യമായി പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു എസ്കലേഷൻ മോഡെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും കൃത്യമായി പ്രീഎംപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിലേക്ക് എസ്കലേഷൻ വരികയും ദീർഘമായ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇറാൻ നീങ്ങുകയും ചെയ്യും എന്ന ഒരു പ്രതീക്ഷയോടെ ആവില്ല യുദ്ധം തുടങ്ങിയത്. അപ്പം മുഖം രക്ഷിക്കാനായി ട്രംപ് പറയുന്നു, ആദ്യം 4 ദിവസമെന്ന് പറഞ്ഞത് 4 ആഴ്ചയായി തിരുത്തി പറയുന്നു. കുറച്ചുകൂടെ ദിവസം പറയുമായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും കോൺഫ്ലിക്റ്റ് നീളുമെന്നതിൻ്റെ ഏർലി സൂചന ഇപ്പോൾ ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് ശബ്ദിക്കേണ്ടി വരും. ആദ്യം ശബ്ദിക്കുന്നത് ഒരുപക്ഷെ അറബി ഇസ്ലാമിക രാജ്യങ്ങൾ, GCCയിലെ രാജ്യങ്ങൾ തന്നെയാകും ഹാഷ്മി. കാരണം ഇറാൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ടു മേക്ക് ദി അറബ് വേൾഡ് ടേക്ക് എ പൊസിഷൻ. അതായത് ഇറാൻ അനുകൂല പൊസിഷൻ എന്നല്ല, യുദ്ധത്തിനെതിരായ ഒരു പൊസിഷൻ അമേരിക്കയെ കൊണ്ട്, ഇസ്രയേലിനെ കൊണ്ട് എടുപ്പിക്കാൻ ഇന്നത്തെ നിലയിൽ കഴിയുന്നത് അറബ് രാജ്യങ്ങൾക്കാണ്. ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ അമേരിക്ക യുദ്ധം ചെയ്യുന്നത്, അവർക്ക് ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം, ഇനഫ് ഈസ് ഇനഫ് എന്ന് പറയാനുള്ള ഒരു ആർജവം കാട്ടും എന്ന പ്രതീക്ഷയിലാണ് യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക്, ഇത് ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കും പോവുകയാണ്. ഇപ്പോൾ കിട്ടുന്ന സൂചന ആ രീതിയിൽ തന്നെയാണ്. നോക്കൂ, 2ാം നിര നേതൃത്വം ഫേംലി എൻട്രൻച്ച്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇൻ ദ നെയിം ഓഫ് മൊജ്തബ ഖൊമനയി ആണ്. ഇൻ ദ നെയിം ഓഫ് ഖൊമനയി എന്ന് പറഞ്ഞാൽ ഇറാൻ ലോകത്തോട് പറയുകയാണ്, ഞങ്ങൾ സുഗമമായി ഒരു അധികാര കൈമാറ്റം നടത്തി കഴിഞ്ഞു. അമേരിക്ക പറഞ്ഞത് എന്താണ്? നിങ്ങളെ ആരാണ് ഭരിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും, അല്ല എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തു, ഞങ്ങൾക്ക് സ്വീകാര്യനായ ആളെ നിങ്ങൾ സെലക്ട് ചെയ്യൂ. ആ സെലക്ഷൻ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ സർവനാശമാണ് ഫലം. അതുകൊണ്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അമേരിക്കയ്ക്ക് സ്വീകാര്യനാകും എന്ന് അമേരിക്ക കരുതിയ നേതാവുമായിട്ട് സംസാരിച്ച് ഒരു ഡീലിൽ എത്തിച്ചേരാം. ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ഡീൽ. 1 ടാരിഫ് എന്ന വാക്കാണ്, 2 ഡീൽ എന്ന വാക്കാണ്. ഈ 2 വാക്കുകളും മാറി മാറി പ്രയോഗിച്ച് ലോകത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചു നിർത്തി. ഇനിയിപ്പോൾ ഇതൊരു തരം രാവണൻ കോട്ടയിലേക്ക് പ്രവേശിച്ച ഒരു കണക്കാണ് ശ്രീ ഹാഷ്മി. അതായത് ഒരു രാവണൻ കോട്ട എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരു വഴിയെ പ്രവേശിക്കാനാവും. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റി അതിനകത്ത് പോവുകയാണ്. തിരിച്ചിറങ്ങാനുള്ള വഴി കാണാതെ കഷ്ടപ്പെടുകയാണ്. ആ ഒരു രീതിയിൽ എത്തിച്ചേർന്നാൽ ഇനി സംസാരിക്കേണ്ടത് ആരാണ്? അറബ് രാജ്യങ്ങൾ അമേരിക്കയെ തൽക്കാലം ഭയപ്പാടോടുകൂടി, ആശങ്കയോടെ, ഒരു വലിയ തങ്ങളുടെ ഒരു മാസ്റ്റർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംരക്ഷക ശക്തിയോടെ, വിധേയത്വത്തോടെ തൽക്കാലത്തേക്ക് ഏതാനും ആഴ്ചകൾ അങ്ങനെ പോകും. പക്ഷേ റഷ്യ ഹാസ് സ്പോക്കൺ വിത്ത് ക്ലാരിറ്റി, ചൈന ഹാസ് സ്പോക്കൺ വിത്ത് ക്ലാരിറ്റി, ഗ്രേറ്റർ ക്ലാരിറ്റി ദാൻ യെസ്റ്റർഡേ. ഓരോ ദിവസം കഴിയുന്തോറും റഷ്യയുടെയും ചൈനയുടെയും സ്റ്റേറ്റ്മെൻറ്റിന് ക്ലാരിറ്റി, കൃത്യത കൂടി വരികയാണ്. ഇറാനിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തോടെ തങ്ങൾ യോജിക്കുന്നില്ല എന്ന് റഷ്യ പറയുന്നു. തങ്ങൾ അതിനെ എതിർക്കുമെന്ന വാക്കാണ് ചൈന പറഞ്ഞത്. ഏത് രീതിയിൽ എതിർക്കും? ആയുധങ്ങൾ അയച്ചുകൊണ്ടോ സൈന്യത്തെ അയച്ചുകൊണ്ടോ എതിർക്കുമെന്ന ഇപ്പോൾ നിരീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇപ്പൊ തന്നെ ഒരു ചൈനീസ് കപ്പൽ ഇറാന് കൃത്യമായി ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് എന്ന് ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കപ്പൽ അവിടെ ഉണ്ട്, അത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ്, അതിനെ തൊടാൻ കഴിയില്ല.
അത് ഈ പറയുന്ന ഈ പറഞ്ഞ മിസൈൽ മൂവ്മെന്റുകളുടെ ഒക്കെ കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശ്രീമോഹൻ വർഗീസ്. രണ്ട് കാര്യങ്ങൾ ശ്രീ ഹാഷ്മി, രണ്ട് കാര്യങ്ങളാണ് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ റഷ്യക്കും ചൈനയ്ക്കും ചെയ്യാനാവുന്നത്. രണ്ട് കാര്യങ്ങളാണ്. അവർക്ക് സാമാന്യം തരക്കേടില്ലാത്ത ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, അതേപോലെ തന്നെ ഏറിയൽ സർവൈലൻസ് സംവിധാനങ്ങളുണ്ട്, സാറ്റലൈറ്റുകളുണ്ട്, ചാര ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ സാറ്റലൈറ്റുകളുണ്ട്. കൃത്യമായ അമേരിക്കൻ ട്രൂപ്പ് മൂവ്മെൻറ്റ്സ്, ഒരുപക്ഷെ B-2 ബോംബേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, മറ്റ് സന്നാഹങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇറാന് കൊടുക്കാൻ സാധിക്കും. ഇറാന് മേൽ ശക്തമായ ബോംബാർഡ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഡാമേജസ് മിനിമൈസ് ചെയ്യാൻ തക്ക ഒരു കേപ്പബിലിറ്റി അത് കൊടുക്കാൻ കഴിയും. ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ് കൊടുക്കാൻ കഴിയും. അതുപോലെ ഏറിയൽ സർവൈലൻസിലൂടെ ലഭിക്കുന്ന വളരെ വിലപ്പെട്ട ഡേറ്റ കൊടുക്കാൻ കഴിയും. അത് ചൈനയ്ക്കും കൊടുക്കാൻ കഴിയും, റഷ്യക്കും കൊടുക്കാൻ കഴിയും. അതാണ് ഒന്ന്. രണ്ടാമത്തെ കുറച്ചുകൂടെ കടന്ന കൈയാണ്. അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വളരെ ടാക്റ്റിക്കലായ ഒരു വാചകം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി. റഷ്യൻ കപ്പലുകൾ, ചൈനീസ് കപ്പലുകൾ, അതോടൊപ്പം ഇന്ത്യൻ കപ്പലുകൾ, ഈ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രവേശിച്ചാൽ ഞങ്ങൾ തടയില്ല. മറ്റാരെങ്കിലും തടയുമോ എന്നറിയില്ല, പക്ഷേ ഞങ്ങൾ തടയില്ല. അതിനർത്ഥം എന്താ? യു ആർ വെൽക്കം വിത്ത് പ്രൊവിഷൻസ്. ചരക്കുകളുമായി, അവശ്യ ഉൽപ്പന്നങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഈ കപ്പലുകൾ വന്നാൽ ഞങ്ങൾ തടയില്ല. അതിലേതെങ്കിലും കപ്പൽ എണ്ണയുമായി പുറത്തോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു രാജ്യവും ഇപ്പോൾ അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് GCC രാജ്യങ്ങൾ റഷ്യൻ ചൈനീസ് കപ്പലുകളിലേക്ക് പേർഷ്യൻ ഗൾഫിൽ വെച്ച് എണ്ണ പമ്പ് ചെയ്ത് കയറ്റും. ഇത് ഇപ്പോൾ വിശ്വസിക്കാനാവില്ലല്ലോ. പക്ഷേ ഒരു കപ്പൽ കടത്തിവിടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു നിലപാടെടുക്കുന്നു എന്നാണ് അർത്ഥം. ചൈനയും റഷ്യ ഒരു നിലപാടെടുക്കുന്നു എന്നാണ്. അതൊക്കെ നമ്മൾ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്ന എപ്പോഴാണ്? പ്രവൃത്തിയിൽ കാണുമ്പോഴാണ് വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. അപ്പോൾ ചൈനീസ് കപ്പലുകളെയോ റഷ്യൻ കപ്പലുകളെയോ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിക്കുന്ന രംഗം ആലോചിച്ച് നോക്കൂ. ഒരിക്കലും സംഭവിക്കാത്തത്. അവിടെയാണ് ഒരു സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നേരെ കൃത്യമായ സമ്മർദ്ദം ചെലുത്താൻ പല രീതിയിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും കഴിയും. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അമേരിക്ക വിരുദ്ധ നിലപാട് എടുക്കില്ല, അത് നമുക്കറിയാം. ഇറാൻ അനുകൂല നിലപാടും എടുക്കില്ല, നമുക്കറിയാം. ഒരു സമവായത്തിലാണ് പോകുന്നത്. പക്ഷേ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന വാക്കിന് അർത്ഥമുണ്ടാക്കണമെങ്കിൽ കൃത്യമായ ചില നിലപാട്. ഞങ്ങൾ സമാധാനത്തിൻ്റെ പക്ഷത്താണ് എന്ന് വെറുതെ പറയുകയല്ല. സമാധാനം കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏത് രീതിയിൽ ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടൊക്കെ അടുത്ത സൗഹൃദം പുലർത്തുന്ന പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് കഴിയും, ഇന്ത്യ കഴിയും. പക്ഷേ ഇന്ത്യ ചെയ്യണം എന്ന് പല നേതാക്കളും ഇതിനോട് പറയുന്നു. ഞാൻ അതിലേക്ക് എത്താം. ഇവിടെ പക്ഷേ ഞങ്ങൾ GCC ഞങ്ങൾ അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് സോറി, ഞങ്ങൾക്കത് പറ്റിയ പിഴവാണ് എന്ന് പറഞ്ഞത് ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ ആ രാത്രി തന്നെ നൂറുകണക്കിന് ഡ്രോണുകൾ ഇപ്പോഴും ഈ പറയുന്ന എയർബേസുകൾക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇറാനിൽ ഇപ്പോൾ പൂർണ്ണമായും പെഷസ്കിയാനോ അല്ലെങ്കിൽ ലാരിജാനിയോ മാത്രം പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്നറിയില്ല. പക്ഷേ മുജത്തബ കമനി മറ്റൊരു കേസാണ്. IRGCയുടെ സമ്പൂർണ്ണ നിയന്ത്രണ പരമോന്നത നേതാവിനാണ്. അദ്ദേഹം ഹാർഡ് ലൈനറാണ് താനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.